ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇതാണെങ്കിൽ തഴുതാമയിലയാണ് കേട്ടോ. കണ്ടോ, തഴുതാമയിലയും തുളസി ഇലയാണ്. നമുക്ക് ചെറിയ ചെറിയ കോൾഡും തൊണ്ടവേദനയും പിന്നെ ഷുഗർ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് നമുക്കിതിൻ്റെ കഷായം പോലെ വെച്ച് കുടിക്കാവുന്നതാണ്. കഷായം പോലെ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ തിളക്കട്ടെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. നമ്മളൊരു 5-6 ദിവസം ഇതിങ്ങനെ ഒന്ന് കുടിച്ച് നോക്കിയാൽ പോലും നമ്മുടെ ഷുഗറൊക്കെ നല്ല നോർമലാവും. എല്ലാത്തിനും നല്ലതാണിത്. ഇത് നമ്മൾ ഓരോ ചെറിയ തണ്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ നീളത്തിലുള്ള കുറ്റി പോലുള്ള തണ്ടുണ്ട്, അത് കൊണ്ടുവന്ന് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. എവിടെയെങ്കിലും ഒരിച്ചിരി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പടന്ന് നന്നായിട്ട് പടന്ന് വരും. അപ്പോൾ നമുക്ക് ഓരോ ഇല ഒരു 4-5 ഇല എടുത്താൽ മതി. ഇത് നമുക്ക് ഇച്ചിരി ചുമയും ഒരു തുമ്മലൊക്കെ ഉണ്ട്, അപ്പം അതിനുവേണ്ടി ഞാൻ ഇട്ടേക്കുവാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ തുളസി ഇലയും കൂടെ ഇതുണ്ട്. നമുക്ക് പനിയൊക്കെ തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുളസി ഇലയും കൂടെ ഇതിനോടൊപ്പം ഇടാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു റെമഡി ചെയ്ത് നോക്കണേ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം തിളയ്ക്കുമ്പം ഒരിത്തിരി മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞളായിരിക്കണേ, തിളയ്ക്കണ്ട, നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ നല്ല മഞ്ഞൾപ്പൊടിയാണ്, ഞാൻ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണിത്. മില്ലിൽ നിന്ന് പൊടിച്ചത് മേടിച്ചതാണേ. എൻ്റെ ഇത്രയും നുള്ളു നമ്മളിതിലേക്ക് ഇട്ട് അത് കൂടി കിടന്ന് തിളയ്ക്കട്ടെ. അത് ഇതൊക്കെയാണ് നമുക്ക് വരയും അങ്ങനെയൊക്കെയുള്ള കൃമികൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മാറാനും നമുക്കിത് ഈ ഒരു മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ്. മറ്റേ ഇത് രണ്ടും നമുക്ക് ഷുഗർ, പിന്നെ തഴുതാമ ഷുഗറിന് ഒന്നാം തരമാണ്. തഴുതാമയിട്ട് കഷായം വെച്ച് കുടിച്ചാൽ എന്ന് നമുക്കിത് കുടിച്ചൊന്ന് മരുന്നൊക്കെ കഴിക്കുന്നവർ മരുന്ന് കഴിക്കാം, നിർത്തണ്ട. പക്ഷേ നമ്മൾ ഇതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ലൊരു അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിപ്പം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് നന്നായി തിളയ്ക്കണം. അപ്പോൾ ഇത് തിളച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റി ഒരു അരിപ്പായിലേക്ക് വെച്ച് ഊറ്റിയെടുക്കാം. വേണമെങ്കിൽ നമുക്കിതിനോടൊപ്പം തന്നെ ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇടാവുന്നതാണ്. കുരുമുളക് ഞാൻ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നതാണ്, എൻ്റെ വീട്ടിലെ കുരുമുളകാണ്. അപ്പോൾ അതുകൂടി നമുക്കൊരിച്ചിരി ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് അറിയാമോ? ചുമയ്ക്കുള്ളത്, ചുമയും തൊണ്ടയ്ക്കലത്തെ കാറിലൊക്കെ മാറാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അടിപൊളി റിസൾട്ടാണ് ഇതിന് കേട്ടോ. നമ്മൾ മരുന്നൊക്കെ കഴിച്ചാൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമല്ലോ സാധാരണ പോലെ. അപ്പോൾ നമ്മളങ്ങനെ ഇതും കൂടി ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇവിടുത്തെ ഒരു പനി സീസണാണ്, പലതരം പനിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പനി വന്നാലിപ്പോൾ മാറാനും പാടാണ്. നമ്മളപ്പോൾ മരുന്നും കഴിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇതുകൂടി ചെയ്ത് നോക്കണേ. താങ്ക് യു.